തിയേറ്ററിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മറ്റെല്ലായിടത്തും എമ്പുരാൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സമ്മാനിച്ചതിനു ശേഷം അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന് പറഞ്ഞത് മുതൽ മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 2 ദിവസം മുൻപ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ തിയേറ്ററുകളിലേക്കെത്തി. കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് റെക്കോർഡ് ടിക്കറ്റ് ബുക്കിംഗ് ആയിരുന്നു എമ്പുരാന് വേണ്ടി നടന്നത്. വെളുപ്പിന് ലക്ഷക്കണക്കിന് ആളുകളാണ് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയത്. എന്നാൽ പിന്നാലെ സിനിമയിലെ ചില രംഗങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമായി. രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നത കൂടി വന്നതോടെ വ്യാപക വിമർശനമായി. ചിലർ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു. മറ്റു ചിലർ സോഷ്യൽ മീഡിയയിലൂടെ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ എഴുതി. അങ്ങനെ എമ്പുരാനെ തകർക്കാൻ ചിലർ നോക്കുമ്പോൾ 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തിയതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. സംവിധായകൻ പൃഥ്വിരാജും നടൻ മോഹൻലാലുമൊക്കെ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം സിനിമയ്ക്ക് നേരെയുണ്ടാവുന്ന ആക്രമണങ്ങളിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടി സീമാജി നായർ. സീമയുടെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ആരെ പേടിക്കാനാണ്, ധൈര്യമായിട്ട് മുന്നോട്ട്. എത്രയൊക്കെ ഹേറ്റ് ക്യാമ്പയിൻ വന്നാലും കാണേണ്ടവർ ഇത് കാണും. പണ്ടൊക്കെയാണ് ഓച്ചാനിച്ച് നിൽക്കുന്ന കാലഘട്ടം. ഇപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ആരാണ് പേടിക്കേണ്ടത്? കൈകൊട്ടി കഴുത്ത് കുനിച്ച് നിർത്തി കഴുത്ത് വെട്ടുന്ന രീതി അത് കേരളത്തിൽ വിലപ്പോകില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല. പറയേണ്ടപ്പോൾ പറയേണ്ടത് പറയാൻ ധൈര്യം കാണിച്ച നിങ്ങൾക്കിടിക്കട്ടെ കയ്യടി എന്നാണ് സീമാജി നായർ പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ ആർക്കാണ് പൊള്ളിയത്? ആരുടെ പേര് ആരെങ്കിലും പറഞ്ഞോ? കോഴി കട്ടവൻ്റെ തലയിൽ പപ്പാണെന്നും പറഞ്ഞ് എന്തിനീ ബഹളം? സിനിമയായി മുന്നോട്ട് പോകട്ടെ. ഇതിനിടയിൽ തമ്മിലടുപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ വളരെയേറെ. നന്നായി ആലോചിച്ചിട്ടാണ് ഈ പോസ്റ്റ്. പോരട്ടെ, പോരട്ടെ, തെറിക്കൂമ്പാരങ്ങൾ പോരട്ടെ. എല്ലാവർക്കും എന്തോ കൊള്ളുന്നുവെങ്കിൽ അതിൽ എന്തോ ഇല്ലേ? ഒന്നും ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ എന്നും സീമാജി നായർ തൻ്റെ പോസ്റ്റിൽ കുറിച്ചു.